ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് ലിമിറ്റിന് പുറമെ ഒരു ക്യാഷ് ലിമിറ്റും കൂടി തന്നിട്ടുണ്ടാകും. ഈ ക്യാഷ് ലിമിറ്റ് നമുക്ക് ATM ഉപയോഗിച്ച് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന പണമാണ്. എന്നാൽ യാതൊരു കാരണവശാലും ക്രെഡിറ്റ് കാർഡ് ATM ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ക്യാഷ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് മിനിമം 250 മുതൽ 500 രൂപ വരെ ചാർജ് ആയിട്ട് ഈടാക്കും. ഈ ചാർജ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലിന്റെ കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ ഡേ 1 തൊട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ആക്കുന്നതായിരിക്കും. അതായത് 2 മുതൽ 4% വരെ ദിവസക്കണക്കിനായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ആക്കുക. അത് ഏകദേശം ഒരു ആനുവൽ കണക്ക് നോക്കുകയാണെങ്കിൽ 25 മുതൽ 40% വരെ ആയിരിക്കും. അതുകൊണ്ട് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത്. കാരണം അതിൻ്റെ അകത്ത് വലിയ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് ഡ്യൂ വന്നു, നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത് ആരുടെ ക്രെഡിറ്റ് കാർഡാണോ ആ കാർഡ് ഉടമയുടെ ക്രെഡിറ്റ് സ്കോറിനെ ആയിരിക്കും ദോഷകരമായിട്ട് ബാധിക്കുക.